ഞാൻ കമ്പ്യൂട്ടർ പഠിച്ചത് വെർച്വൽ ടീച്ചർ സിഡികൾ ഉപയോഗിച്ചാണ്. ഇത്ര എളുപ്പത്തിൽ മറ്റൊരു വിദ്യ കൊണ്ടും നിങ്ങൾക്ക് കമ്പ്യൂട്ടർ പഠിക്കാനാവില്ല. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഫോർമുല ടാബിനെ കുറിച്ച് പരിചയപ്പെടുന്നതിന് മുമ്പ് ഡേറ്റ എന്ന സെക്ഷനെ പരിചയപ്പെടാം. അതിനായി ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗെറ്റ് എക്സ്റ്റേണൽ ഡേറ്റ, കണക്ഷൻസ്, സോർട്ട് ആൻഡ് ഫിൽറ്റർ, ഡേറ്റ ടൂൾസ്, ഔട്ട്ലൈൻ എന്നീ സെക്ഷൻസ് കാണാവുന്നതാണ്. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആക്സസ് എന്ന പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ നിന്ന് ഉള്ള ഫയൽസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഫ്രം വെബ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഒരു പെർട്ടിക്കുലർ ഇന്റർനെറ്റ് വെബ്സൈറ്റ് അഡ്രസ് മെൻഷൻ ചെയ്ത് അതിൽ നിന്നും കണ്ടന്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഫ്രം ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്താൽ ഒരു ടെക്സ്റ്റ് ഫയലിൽ നിന്നും കണ്ടന്റ് നമുക്ക് എക്സൽ ഫയലിലോട്ട് ഇമ്പോർട്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഫ്രം വെബ് എന്ന ഓപ്ഷൻ പരിചയപ്പെടാം. അതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന അഡ്രസ് ബാറിൽ വെബ്സൈറ്റ് അഡ്രസ് നൽകുക. നമുക്കിപ്പോൾ www.ntcinema.com എന്ന് നൽകാം. അതിനുശേഷം ഈ കാണുന്ന ഗോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. നമ്മുടെ എൻറ്റയർ വെബ് പേജ് ഇവിടെ ഇമ്പോർട്ട് ആവുന്നതിന് വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഈ പെർട്ടിക്കുലർ വെബ് പേജ് നമ്മുടെ എക്സൽ ഫയൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് ഇവിടെ കാണുന്ന ഇമ്പോർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ആ പെർട്ടിക്കുലർ വെബ്സൈറ്റിൽ കോൺടാക്ട് ചെയ്ത് അത് നമ്മൾ സെലക്ട് ചെയ്തിരുന്ന സെല്ലിലോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ന്യൂ വർക്ക് ഷീറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ വെബ്സൈറ്റിൽ അടങ്ങിയിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഇമ്പോർട്ടഡ് ആയിരിക്കുന്നതായി കാണാം. ഇവിടെ ആ വെബ്സൈറ്റിൽ അടങ്ങിയിരിക്കുന്ന ടെക്സ്റ്റ് എല്ലാം തന്നെ ഈ ഒരു പെർട്ടിക്കുലർ എക്സൽ ഷീറ്റിൽ ഇമ്പോർട്ടഡ് ആയിരിക്കുന്നതായി കാണാം. വെബ്സൈറ്റിന്റെ ഹോം പേജ് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിനാൽ ആ ഹോം പേജിൽ അടങ്ങിയിരിക്കുന്ന എൻറ്റയർ ടെക്സ്റ്റ് ആണ് ഇവിടെ എക്സൽ ഷീറ്റിൽ ഇമ്പോർട്ട് ആയിരിക്കുന്നത്. അത് ഇവിടെ ഷീറ്റ് 4 എന്ന പേരിലാണ് ഇൻസേർട്ട് ആയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഷീറ്റ് 1 തിരികെ പോകാം. ഇവിടെ ഫ്രം ടെക്സ്റ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചാൽ ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റിനകത്ത് ഉള്ള എല്ലാ ടെക്സ്റ്റും എക്സൽ വർക്ക് ഷീറ്റിലോട്ട് ഇമ്പോർട്ട് ആവുന്നതായിരിക്കും. ഫ്രം അതർ സോഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ SQL സെർവർ, ഫ്രം അനാലിസിസ് സർവീസസ്, ഫ്രം XML ഡേറ്റ ഇമ്പോർട്ട്, ഫ്രം ഡേറ്റ കണക്ഷൻ വിസാർഡ്, ഫ്രം മൈക്രോസോഫ്റ്റ് ക്വയറി എന്നീ സെക്ഷൻസിൽ നിന്നും നമ്മുടെ ഡേറ്റ ഇമ്പോർട്ടഡ് ആവുന്നതായിരിക്കും. എക്സിസ്റ്റിംഗ് കണക്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇൻട്രാനെറ്റിൽ നമ്മൾ എവിടെയെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫയൽ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇമ്പോർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ റിഫ്രഷ് ഓൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഡേറ്റ ഒന്നടങ്കം റിഫ്രഷ് ആവുന്നതായിരിക്കും. ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റിനോട് കണക്ട് ചെയ്ത് ഇമ്പോർട്ട് ചെയ്തതിനാൽ ഇടയ്ക്ക് റിഫ്രഷ് ഓപ്ഷൻസ് നൽകുകയാണെങ്കിൽ ആ വെബ്സൈറ്റിൽ ഇൻസേർട്ട് ആയിരിക്കുന്ന ടെക്സ്റ്റുകൾ എല്ലാം തന്നെ ഇവിടെ റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. ഇവിടെ കണക്ഷൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ വർക്ക് ബുക്ക് ഏതെങ്കിലും ഒരു നെറ്റ്വർക്ക് ആയി കണക്റ്റഡ് ആണെങ്കിൽ അത് ഇവിടെ നിന്നും ആക്സസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട സോർട്ട് ഓപ്ഷൻസ് കാണാവുന്നതാണ്. സോർട്ട് ആൻഡ് ഫിൽറ്റർ ഓപ്ഷൻസിനെ കുറിച്ച് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഇത്രയും സെക്ഷൻ സെലക്ട് ചെയ്ത് സോർട്ട് ഡിസെൻഡിങ് ഓർഡർ ഇവിടെ BCDEFGH എന്ന ഫോർമാറ്റിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ സോർട്ട് ഫ്രം Z to A എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ W മുതൽ താഴോട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ ഫിൽറ്റർ ഓപ്ഷൻസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് തന്നെ. അഡ്വാൻസ്ഡ് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്താൽ മൈക്രോസോഫ്റ്റ് എക്സലിന്റെ അഡ്വാൻസ് ഫിൽറ്റർ ഓപ്ഷൻസ് കാണാവുന്നതാണ്. ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലെ കാറ്റഗറീസ് വെച്ചിട്ടായിരിക്കും ഒരു ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യപ്പെടുക. ഇപ്പോൾ ക്യാൻസൽ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡേറ്റ ടൂൾസ് ഉപയോഗിച്ച് ടെക്സ്റ്റ് കോളംസ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന എൻറ്റയർ ടെക്സ്റ്റിനെ കോളം രൂപത്തിൽ കൺവേർട്ട് ആക്കുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഷീറ്റ് 4 സെലക്ട് ചെയ്യാം. ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റിനെ കോളം രൂപത്തിൽ ആക്കണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് കോളംസ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആവശ്യപ്രകാരം ക്യാരക്ടേഴ്സിന്റെ ലിമിറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫിക്സഡ് വിഡ്ത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ എങ്ങനെയാണ് ഡേറ്റ സ്പ്ലിറ്റ് ചെയ്ത്
കോളം രൂപത്തിൽ ആക്കുന്നത് എന്ന് കാണാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോളം ഡേറ്റ ഫോർമാറ്റ് ചൂസ് ചെയ്യാം. ജനറൽ, ടെക്സ്റ്റ്, ഡേറ്റ് എന്ന സെക്ഷൻ കാണാവുന്നതാണ്. ഇവിടെ ഡെസ്റ്റിനേഷൻ, ഏത് ലൊക്കേഷനിലാണ് ഈ പെർട്ടിക്കുലർ സെൽ ആഡ് ചെയ്യേണ്ടത് അത് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കോളം ഇൻസേർട്ട് ചെയ്യേണ്ട ലൊക്കേഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഈ കാണുന്ന ഫിനിഷ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ സെല്ലിനകത്തുണ്ടായിരുന്ന കണ്ടന്റ്സ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ സെല്ലിലുമായി പ്ലേസ് ചെയ്തിരിക്കുന്നതായി കാണാം. ഓരോ വാക്കും ഓരോ സെല്ലിനകത്താണ് എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു എൻറ്റയർ ടെക്സ്റ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് കോളം രൂപത്തിൽ ആക്കുവാൻ സാധിക്കുന്നതാണ്. റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഒരു പെർട്ടിക്കുലർ കോളത്തിനകത്തുള്ള ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ്സ് റിമൂവ് ആകുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഷീറ്റ് 1 സെലക്ട് ചെയ്യാം. ഇവിടെ ഹോക്കിൻസ് എന്ന പെർട്ടിക്കുലർ കണ്ടന്റ് നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഈ എൻറ്റയർ സെക്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂ സെലക്ട് ചെയ്ത് റിമൂവ് ചെയ്തിരിക്കുന്നു എന്ന് കാണാം. അതായത് ഹോക്കിൻസ് എന്ന ഈ പെർട്ടിക്കുലർ പേര് ഇവിടെ പേസ്റ്റ് ചെയ്തിരുന്നല്ലോ, ആ ഒരു പെർട്ടിക്കുലർ ടെക്സ്റ്റ് ഇവിടെ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. നമുക്കിപ്പോൾ ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ ഇൻസേർട്ട് ചെയ്ത അഡ്വാൻസ് ഫിൽറ്റർ എന്ന സെക്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സിന്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. ഓരോ പേരും ഇവിടെ സെലക്ടഡ് ആയതിനാൽ അതെല്ലാം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായി കാണാം. ഈ ഒരു ഫിൽറ്റർ റിമൂവ് ചെയ്യുന്നതിന് ഫിൽറ്റർ എന്ന ഓപ്ഷനിൽ ഒരു തവണ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ഫിൽറ്റർ ഇവിടെ നിന്നും റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. ഇവിടെ ഡേറ്റ വാലിഡേഷൻ എന്ന സെക്ഷനിൽ 3 ടാബുകൾ കാണാവുന്നതാണ്. സെറ്റിംഗ്സ്, ഇൻപുട്ട് മെസ്സേജ്, എറർ അലേർട്ട് എന്നിവ. ഇവിടെ നിന്നും നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ഡേറ്റ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അത് ചൂസ് ചെയ്ത് വാലിഡേറ്റ് ചെയ്യാവുന്നതാണ്. എനി വാല്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇവിടെ ഇൻപുട്ട് മെസ്സേജിന്റെ സെക്ഷനിൽ ടൈറ്റിൽ, ഇൻപുട്ട് മെസ്സേജ്, എറർ അലേർട്ട് എന്നിവ ഉണ്ടെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള സിംബൽസ് എല്ലാം ആഡ് ചെയ്ത് ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ഡേറ്റ വാലിഡേറ്റ് ചെയ്യുവാനും കൺസോളിഡേറ്റ് ചെയ്യുവാനും വാട്ട് ഇഫ് അനാലിസിസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ വേരിയസ് വാല്യൂസ് ഒരു പെർട്ടിക്കുലർ ഫോർമുലയിൽ അപ്ലൈ ചെയ്ത് ടെസ്റ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇവിടെ ഔട്ട്ലൈൻ സെക്ഷനിൽ ഗ്രൂപ്പിംഗ് ഓപ്ഷൻ, അൺഗ്രൂപ്പിംഗ് ഓപ്ഷൻ, സബ്ടോട്ടൽ എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. ഇത്രയും കണ്ടന്റ്സ് നമ്മൾ സെലക്ട് ചെയ്തതിനു ശേഷം ഗ്രൂപ്പിംഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഈ സെലക്ട് ചെയ്തിരിക്കുന്ന റോസ് ഒരു ഗ്രൂപ്പായി കൺവേർട്ട് ആവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഏതെല്ലാമാണ് ഒരു ഗ്രൂപ്പായി ഓർഡർ ചെയ്തിരിക്കുന്നത് എന്ന് ക്ലിക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ പ്ലസ് ആൻഡ് മൈനസ് സിമ്പിൾ നിങ്ങൾ കാണാവുന്നതാണ്. സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിൽ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന എല്ലാ ഡേറ്റയും റിവീൽ ആവുന്നത്. ഇവിടെ ഒരു തവണ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഡേറ്റ എല്ലാം ഹിഡൻ ആയി ഇവിടെ ഒരു ചെറിയ ഇൻഡിക്കേറ്ററോടുകൂടി ഡിസ്പ്ലേ ആവുന്നതായിരിക്കും. ഇവിടെ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യപ്രകാരം ഒരു പെർട്ടിക്കുലർ സെക്ഷൻ സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ 2 സെക്ഷൻ കോളംസ് ആണ് ഗ്രൂപ്പ് ചെയ്യേണ്ടതെങ്കിൽ ഈ 2 സെക്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഗ്രൂപ്പ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കോളംസ് ചൂസ് ചെയ്യുക. ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഈ 2 കോളംസും ഗ്രൂപ്പ് ആയിരിക്കുന്നതായി കാണാം. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് 2 കോളംസ് ആകിയാൽ ഇവിടെ എ എന്നതിന് ശേഷം ഡി എന്നതാണ് ഡിസ്പ്ലേ ആവുക. ഇവിടെ ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഗ്രൂപ്പ്സ് ഡിസ്പ്ലേ ആവുന്നത്. ഇനി ഈ റോസ് അൺഗ്രൂപ്പ് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അൺഗ്രൂപ്പ് എന്നതിന്മേൽ ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ റോസ് സെലക്ട് ചെയ്തതിനു ശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സെക്ഷനിലെ ഗ്രൂപ്പ്സ് റിമൂവ് ചെയ്യപ്പെട്ടിരിക്കുന്നതായി കാണാം. അതിനുശേഷം ഈ 2 കാറ്റഗറിയിൽപ്പെട്ട 2 സെൽ സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് അൺഗ്രൂപ്പ് എന്ന ഓപ്ഷനിൽ കോളംസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ റോസും കോളംസും അൺഗ്രൂപ്പ് ആയിരിക്കുന്നതായി കാണാം. അടുത്തതായി നമുക്ക് സബ് ടോട്ടലിനെ പരിചയപ്പെടാം. സബ് ടോട്ടൽ യൂസ് ചെയ്യുന്നതിന് നമുക്ക് ഈ 3 റോസ് സെലക്ട് ചെയ്യാം. അതിനുശേഷം സബ് ടോട്ടൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ കാണുന്ന ഓക്കെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈച്ച് ചേഞ്ച് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അത് ഇവിടെ ചൂസ് ചെയ്യാം.
ഇവിടെ ഏത് ഫംഗ്ഷൻ ആണോ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് അത് ഇവിടെ സെലക്ട് ചെയ്യാം. സം ആണോ, കൗണ്ട്, ആവറേജ്, മാക്സ്, മിനിമം, പ്രോഡക്റ്റ് എന്നതിൽ നിന്നും ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം. നമുക്കിപ്പോൾ കൗണ്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സബ് ടോട്ടൽ ഏതൊരു പെർട്ടിക്കുലർ ഓപ്ഷനോടാണ് ആഡ് ചെയ്യേണ്ടത് അത് ഇവിടെ ചൂസ് ചെയ്യാം. ഇവിടെ അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ ഈ പെർട്ടിക്കുലർ 2 ടെക്സ്റ്റ് ആഡ് ചെയ്തതിനു ശേഷം ഉള്ള സബ് ടോട്ടൽ ഇവിടെ 1 എന്ന് പറഞ്ഞ് ലിസ്റ്റഡ് ആയിരിക്കുന്നതായി കാണാം. ഡഗ്ലസ് 1, ഗ്രാൻഡ് കൗണ്ട് എന്നിവ രണ്ടും ആഡ് ചെയ്ത് ഇവിടെ 2 എന്ന് ലിസ്റ്റഡ് ആയിരിക്കുന്നതായി കാണാം. അതായത് ഇവിടെ ബട്ട്ലർ 1, ഡഗ്ലസ് 1 രണ്ടിന്റെയും ടോട്ടൽ ഗ്രാൻഡ് കൗണ്ട് ആയ 2 ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ബ്ലിസ് എന്ന് പറഞ്ഞ കാറ്റഗറി ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. ഇവിടെ മൈനസ് സിമ്പിൾ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് സബ് കാറ്റഗറി ക്ലോസ് ചെയ്യാവുന്നതാണ്. മെയിൻ കാറ്റഗറി ക്ലോസ് ചെയ്യുന്നതിന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഗ്രാൻഡ് കൗണ്ട് മാത്രമായി ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ വ്യൂവും എനേബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വ്യൂ സബ്ട്രാക്ട് ചെയ്ത് മിനിമൈസ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ Ctrl+Z പ്രസ് ചെയ്യാം. ഇത്രയുമാണ് ഡേറ്റ സെക്ഷന്റെ മെയിൻ ഓപ്ഷൻസ്. അടുത്ത ചാപ്റ്ററിൽ നമുക്ക് റിവ്യൂ ടാബിനെ പരിചയപ്പെടാം. കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഡിവിഡികൾ ലഭിക്കുന്നതിനായി നിങ്ങളുടെ അഡ്രസ് 9847700955 വാട്സ്ആപ്പ് ചെയ്യുക. കൂടുതൽ ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.